ഇങ്ങനെ ഊതി ഊതി ഈ ജീവിതം ഈ അടുപ്പിൽ തന്നെ തീരുന്ന തോന്നേ. ഇത് എങ്ങനെയാണ് ആ കാലത്ത് തന്നെ മാഷ് വല്ല ബാങ്കിൽ വല്ല ജോലിയും കിട്ടിയോ? ടാക്കീസിലേക്ക് പോവാ. എന്തിനാ തുണിയില്ലാത്ത പടം കാണിക്കാനാ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ആ അങ്ങനെ ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു അബദ്ധം പറ്റി. അതാണ് നീ. അച്ഛൻ പാചടിക്കാ ചോറ് കാലായി നോക്ക്. എന്താ ഞാനെന്താ എന്റെ വലികാരനാ? പോടേക്കാ അവിടുന്ന്. അച്ഛനെ വയസ്സുകാലത്ത് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? വീട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിശ്രമിക്കാം, കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കുകയും ചെയ്യും. അച്ഛനെന്താണെന്ന് ചിന്തിക്കാത്തത്? ഇനിയിപ്പോ അതൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിഞ്ഞത്. നീയാണെങ്കിൽ ഒത്ത പുരുഷനായി, നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായി. അത് തന്നെ അച്ഛൻ ഞാനും പറയുന്നത്. ഇനി അധികം വെച്ച് നീട്ടണ്ട. അച്ഛനെങ്ങാനും പെട്ടെന്ന് കിടപ്പിലായ നോക്കാനൊക്കെ ആയിട്ട്. ഈ വയസ്സുകാലത്ത് ഒരു രണ്ടാം കെട്ടിന് എന്നെ എന്തിനാ നിർബന്ധിക്കണേ കേശു? അയ്യോ, രണ്ടാം കെട്ട് കെട്ടാൻ പോണൊരു ചളക്ക്. ഇത്ര കാലമായിട്ട് പൂതി മാറിയില്ലോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. നീ നിന്റെ കാര്യ പറഞ്ഞത്? അതെ. സത്യമായിട്ട് നീ നിന്റെ കാര്യം പറഞ്ഞത്? എന്നാ നിനക്ക് എന്നെ പ്രായമായിട്ടില്ല. പോരാടുന്ന് കല്യാണം കഴിക്കാൻ വന്നു. അയ്യോ, എല്ലാവരും കൂടെ അകത്ത് കയറില്ലേ? ഒരാൾ പുറത്ത് നിൽക്ക്. ആ തള്ള ഇപ്പൊ വരും. ചെല്ലേ. ഇന്ന് ഞാൻ നിൽക്കൂല. അയ്യോ, തടിയന്മാരല്ലേ കാവലി നിൽക്കേണ്ടത് അല്ലേ? ആ ചെല്ലേ ചെല്ലേ. എനിക്ക് പിടിക്ക. എനിക്കെന്താ എനിക്ക് എന്തോ ഒരു ഉയ്യപ്പല്ലേ? ഒറ്റയ്ക്കിരുന്ന് അപ്പം ഉണ്ടാക്കി തിന്നല്ലേ തള്ളയുടെ പണി. എനിക്കെന്താ? നീ ഇങ്ങ് വന്നോ. കാവലി നിൽക്കുന്നതിന് സ്പെഷ്യൽ. ധനുമാസത്തിൽ തിരുവാതിര നാൾ ഭഗവാൻ തന്റെ തിരുനയിമ്പ്. അയ്യോ, എന്താണ് ഇവിടെ? ഓടണ്ട, അവിടെ ഇന്നാശൂരം പിടിച്ച പിള്ളേര്. അയ്യോ, എന്തായി കാണിക്കുന്നത്? തടിയന്മാരോ നീ പോയിട്ട് മല്ലി ചേച്ചി പുഴയിൽ വീണു. എവിടെ? അവിടെ എവിടെ? അവിടെ ഇവിടെ. എവിടാ? എവിടെ? കാണുന്നില്ല. പെരുന്നാളെന്ന് പറഞ്ഞ ചെട്ടിക്കാട്, അതാ പെരുന്നാള്. എവിടുന്നൊക്കെ ആൾക്കാര്? ഇനി വരുന്നുണ്ട് ഈ വൃശ്ചികമ്പത്തിന് പള്ളത്താങ്കുളങ്ങര ഉത്സവം. ഇത്തവണ അമ്പല കമ്മിറ്റിക്കാർ രണ്ടായി പിരിഞ്ഞിട്ട് രണ്ടു കൂട്ടരും മാറി മാറി നടത്താൻ പോവാത്രേ. എന്ത് വന്നാലും ഇത്തവണ തല്ലുറപ്പാ. ഹലോ എത്ര കാലമായിട്ടാ നിന്നെ കണ്ടിട്ട്. ഇപ്പൊ പെരുന്നാളിന് ഉത്സവത്തിനൊന്നും നിന്നെ കാണാറേ ഇല്ലല്ലോ. പഴയ ബയോസ്കോപ്പിന്റെ പരിപാടിയൊക്കെ നിർത്തിയോ? അതൊക്കെ നിർത്തി മാഷന്മാരെ. ഇല്ലെങ്കിൽ 10 ആൾ കൂടുന്നിടത്തൊക്കെ നിന്നെ കാണാലോ. അതന്തക്കാലം. ഇന്നക്കാലം എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ തിയേറ്ററിൽ ഓപ്പറേറ്റർ അല്ലേ. പറയുമ്പോൾ ഇന്നലെ ഉദ്ഘാടനമായിട്ട് നിങ്ങൾ രണ്ടാളും കണ്ടില്ല. നീ എന്താ പറഞ്ഞത്? ഓപ്പറേറ്റർ? അതെ. നീ എവിടെ ഈ പരിപാടി പഠിച്ചു? തിരുവനന്തപുരത്ത്. ഏത് തിരുവനന്തപുരം? എത്ര തിരുവനന്തപുരം ഉണ്ട് ഇവിടെ? ഒറ്റ തിരുവനന്തപുരം. അവിടുത്തെ ഷേണായിസിലെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ. ഷേണായിസ് തിരുവനന്തപുരത്താ? അതെ. ഷേണായിസ് എറണാകുളത്താണ്. എങ്ങനെ? ഷേണായിസ് എറണാകുളത്താണെന്ന്. ആണല്ലോ. അല്ലാന്ന് ആര് പറഞ്ഞ്? അവിടത്തെ ചീഫ് ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ. അവിടത്തെ ചീഫ് ഓപ്പറേറ്റർ ഞാൻ അറിയും. നമ്മുടെ നാരായണൻ നായരുടെ. അതെ, ഈ നാരായണൻ നായർ എന്നെ പറ്റി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാരായണൻ നായരുടെ മോനാണ് ഓപ്പറേറ്റർ. അവനെ ഞാൻ മിനിയാന്ന് കണ്ടതാണല്ല. എന്നിട്ട് നിന്റെ ആരും ഒന്നും പറഞ്ഞില്ല. മറന്നുപോയില്ലോ. ഉരുളല്ലേ. എടാ, കഴിഞ്ഞ മാസമല്ലേ നിന്നെ കരിങ്കുളത്തെ കന്നുകാലി ചന്തൊക്കെ കണ്ടത്? നീ സത്യം പറ. ഓടിയന്റെ അടുത്ത് മായം വേണ്ട കേട്ടോ. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്.
ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ ആളൊരു പരമ ഫോഴ്സാ. അയാൾക്ക് സിനിമന്റെ യാതൊരു ABCD അറിയില്ല. ഇങ്ങള് രണ്ടാളും ചെയ്ത് കീറി വാതിൽ പൊളിച്ച് നാശത്താക്കണ്ട. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇക്കിളിപ്പെടുത്തുന്ന ഹീനവികാരങ്ങൾ ഊതുവീർപ്പിച്ച് കലയുടെ പേരിൽ സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് പണം പിടുങ്ങുന്ന ഈ ഏർപ്പാടിനെതിരെ ജനം പ്രതികരിക്കണം. താർക്കോവിസ്കി, പോളാൻസ്കി തുടങ്ങിയ മഹാരഥന്മാരുടെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നഗ്നതയുണ്ട്. പക്ഷേ ആ നഗ്നത ചലച്ചിത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെയോ ഭാരത സ്ത്രീകളുടെ തുണിയുരിഞ്ഞ് ശരീരം പ്രദർശിപ്പിച്ച് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ചില നരാധവന്മാരുടെ കൈകളിലാണ് നമ്മുടെ സിനിമയെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നികുകയാണ്. ഞാൻ വീർപ്പ് മുട്ടുകയാണ്. ഞാൻ മൈക്ക് ശ്രീ വിശ്വംഭരനെ ഏൽപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരത്തെ ഇട്ട് കോലി കളിക്കുന്ന സിനിമ നമുക്ക് വേണ്ട. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ പലതും തഴഞ്ഞിട്ട കൂട്ടത്തിൽ ഇതും തഴഞ്ഞിട്ടോണ്ട് പോയി നമ്മുടെ സിനിമ. എന്താണ് സിനിമ? എന്താണ് സിനിമ? കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരട്ടത്ത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. തിയേറ്റർ ഉടമ മറുപടി പറയണം. സ്ത്രീകളെ കുളിക്കാനും കുളിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ് സിനിമ. വളരുന്ന തലമുറയ്ക്ക് ഒരു തീരാശാപമാണ്. ഇത്തരം സിനിമ പടം പിടിക്കുന്നവർക്ക്, ആ പടം ഇവിടിട്ട് കളിപ്പിക്കുന്നവർക്കുമെതിരെ ശിവാനച്ചൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഈ ടാക്കീസിന്റെ പഠിക്കൽ, ഈ ലക്ഷ്മി ടാക്കീസിന്റെ പഠിക്കൽ ഒരു കൂട്ടനിരാഹാര സത്യാഗ്രഹം വേണ്ട. യോഗ ഇപ്പൊ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും ശാന്തരായിട്ട് പിരിഞ്ഞു പോകൂ. തീരുമാനം മറ്റൊരവസരത്തിൽ അറിയിക്കാം കേട്ടോ. അല്ലെങ്കിലും അന്യോന്യം പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുണ്ടോ കേസ്? അങ്ങനെ എന്ത് പ്രശ്നം? അതെ, കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ വെറുതെ വിളമ്പി നമ്മള്? അല്ലാതെ പിന്നെ നമ്മളത് വിട്ടില്ലേ? നല്ല ഒന്നാന്തരം ബീഫ് തങ്ങച്ച ഒന്നും ഓർഡർ ചെയ്ത്. ഒരു ബീഫ്, ഒരു ബീഫ് ഫ്രൈ, എനിക്കൊരു ചിക്കൻ വേണം. ഒരു ചിക്കൻ, ഒരു ചിക്കൻ ചിക്കൻ കൂടി എടുത്തോ. എന്റെ സനാൻ സാർ ഒന്നും മിണ്ടായിരിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പിരിഞ്ഞ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനും പുതിയവ തുടങ്ങാനും മദ്യം പോലെ എന്തുകൊണ്ട് വേറെ അല്ലേ? എന്നാ ഒന്നുകൂടി ആ സിനിമയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കളിച്ചല്ല. സത്യം പറഞ്ഞ ഞങ്ങൾക്കൊരു അബദ്ധം പറഞ്ഞതാ. സനാൻ സാർ തെറ്റിയിരിക്കരുത്. പുള്ളിക്ക് ശരിയായി തന്നെ ഒരു ധാരണ ഇല്ല, പിന്നെ തെറ്റായ ധാരണ. എടോ, ഞാനൊരു പിന്തിരിപ്പണമൊന്നുമല്ല. ഈ കാര്യത്തിൽ ഒരു അല്പം പുരോഗമനം എനിക്കുമുണ്ട്. പിന്നെ ഈ കൂട്ടുകാരുടെ കൂടെ ചില കാസറ്റുകളുണ്ടല്ലോ, ഒരു രസത്തിന് 1-2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. ആള് കൊള്ളാമല്ലോ, കള്ളൻ. എന്നിട്ട് എന്തൊക്കെയാ പ്രസംഗിച്ചത്? ഇയാളൊരു മണ്ടനാ. ഏതോ പ്രസംഗം ഒരു കലയാണ്. ജീവിതം ജീവിതവും. ഈ പ്രസംഗവും ജീവിതവും കൂടി കൂട്ടിക്കൊഴിച്ചാൽ അത് പ്രശ്നമാണ്. എന്താ അച്ഛൻ കുഞ്ഞിന്റെ അഭിപ്രായം? എനിക്ക് നിന്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ലെങ്കിലും വിശ്വംഭര 2 സ്മോൾ. ഹലോ, ഏയ് തീപ്പട്ടി ഉണ്ടോ? തീപ്പട്ടി പട്ടി തങ്കച്ചോ, ആരാണെന്ന് എനിക്കറിയില്ല. തനിക്ക് പോലും പറ്റിയോ? എനിക്ക് ഒരെണ്ണം കിട്ടി. എനിക്കൊരുപാട് കിട്ടി. പാർട്ടി ഓഫീസിലോട്ട് പോവാം. വേണ്ട, പാർട്ടി ആശുപത്രിയിലോട്ട് പോയാ മതി. ഇന്ന് അന്വേഷിച്ചു കേട്ടു. അതെ, ഇന്നലെ എത്ര മണിക്കാ ജബ്ബാർ സെക്കൻഡ് ഷോ നിർത്തിയത്? ഞാൻ നിർത്തിയല്ല, അവസാനത്തെ ഒരു ലോഡി കഴിഞ്ഞ് നിന്നതാ. എന്താ? അല്ല, ഞാൻ കേട്ടത് 12ാമത്തെ റീല് കഴിഞ്ഞ് ഇന്നലെ 14ാമത്തെ റീലിട്ട് ജബ്ബാർ പടം നേരത്തെ നിർത്തിന്നാണല്ലോ. ഓഹോ, അതാണോ കാര്യം? ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യമാണ്. 13ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി. ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര അഴിച്ചില്, പിന്നെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും കരച്ചിലും കഷ്ടപ്പാടും. നായകന് ബ്ലഡ് ക്യാൻസർ, നായികക്കുണ്ട് എന്തോ ഒരു രോഗം. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്നത് എനിക്കിഷ്ടല്ല. അവർ ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്. ഞാൻ കരുതി ജബ്ബാറിന് എവിടെയും പോകാനുള്ളതുകൊണ്ട് നേരത്തെ നിർത്തുകയായിരിക്കുന്നു. അങ്ങനെ കരുതരുത്. വർക്ക് അതാണ് എന്റെ കണ്ടീഷൻ.
വേറെ ഒന്നുമില്ലല്ലോ. ആ ഒന്നുമില്ല. എന്നാ ഒരു 50 ഉറുപ്പിക ആവട്ടെ. നേരത്തിനിക്ക് മുമ്പ് ഇങ്ങോട്ട് എത്താന്ന്. ഇങ്ങോട്ട് എടുക്ക് നേരില്ല. വേഗം ആവട്ടെ. മതി. താങ്ക് യു. നീ അധികം എടുക്കനാവില്ല ജബ്ബാറേ.